പലപ്പോഴും നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ അല്ലെങ്കിൽ തുടങ്ങാൻ ആഗ്രഹിക്കുമ്പോൾ അതിൻ്റെ പോസിറ്റീവ് വശങ്ങളേക്കാൾ കൂടുതൽ നെഗറ്റീവ് വശങ്ങളായിരിക്കും നമ്മളെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ടാവുക. ഞാനത് തുടങ്ങിയാൽ ശരിയാവോ, ഞാനിങ്ങനെ ചെയ്താൽ അത് തെറ്റിപ്പോവോ എന്നുള്ള നമ്മുടെ ഒരു നെഗറ്റീവ് വശമായിരിക്കും നമ്മളെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ടാവും. പലർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും അത്. ഞാൻ മുമ്പ് ഗൈഡിനോട് ചോദിച്ചിട്ടുണ്ട്, അതെന്താ ഗൈഡ് പോസിറ്റീവ് വശങ്ങളേക്കാൾ കൂടുതൽ നെഗറ്റീവ് നമ്മളെ മനസ്സിലെന്ന് വെച്ചപ്പോൾ ഗൈഡ് പറഞ്ഞൊരു കാര്യമുണ്ട്, നമുക്ക് നല്ലൊരു ചെടി വളരാൻ മാത്രമേ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമുള്ളൂ, കാട് വളരാൻ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത്. ബേസിക്കലി നമ്മളെ മനുഷ്യന്മാർക്കൊരു സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട്. എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ തുടങ്ങുമ്പോഴോ ചെയ്യുമ്പോഴോ അത് നമ്മുടെ ജീവിതത്തെയോ നമ്മളെയോ ഏതെങ്കിലും രീതിയിൽ ബാധിക്കുമോ, ത്രെട്ടുണ്ടോ, അതിലെന്തെങ്കിലും ഒരു അപകടമുണ്ടോ എന്നുള്ളതൊക്കെയാണ് നമ്മളെ മനസ്സതിനെ ആദ്യം അനലൈസ് ചെയ്യുക എന്നുള്ളത്. അതിൻ്റെ ഒരു ഭാഗമാണ് ഈ സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റിൻ്റെ ഒരു ഭാഗമാണെന്ത് ഈ നെഗറ്റീവ് ചിന്തകൾ എന്നുള്ളതാണ്. അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ ഇതുപോലൊരു കാര്യം ഞാൻ ചെയ്തപ്പം അതിൽ നിന്നുണ്ടായ ട്രോമ, അതിൽ നിന്നുണ്ടായ നെഗറ്റീവ് കാര്യങ്ങൾ നമ്മളെ മനസ്സിലൂടെ കടന്നു പോവുകയും അതുപോലെ പിന്നെ ഇനിയും സംഭവിക്കും എന്നുള്ള നമ്മുടെ ഉള്ളിലൊരു ആദ്യമൊക്കെ അല്ലെങ്കിൽ അതിന് റെഫറൻസായി എടുക്കുന്നതിൻ്റെയൊക്കെ പ്രശ്നമാണ്. അപ്പോൾ പലപ്പോഴും ഇതിനെ മറികടക്കാനുള്ളൊരു വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മനസ്സിലൂടെ കടന്നു പോകുന്ന ഈ നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ റിയാലിറ്റിയിൽ നമ്മളെ വെറും തോന്നലാണോ അതോ അതിലെന്തെങ്കിലും സത്യമുണ്ടോ എന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ കുറേ കൂടി നമ്മളോട് കൈൻഡ് ആവുക എന്നുള്ളത്. എല്ലാവർക്കും ഈ നെഗറ്റീവ് ചിന്തകളുണ്ട് അല്ലെങ്കിൽ കടന്നു പോകുന്നുണ്ട് എന്നുള്ളത് നമ്മളതിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതിൽ കൂടുതൽ നമ്മളത് ബാധിക്കുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മളതൊരു പ്രൊഫഷണൽ ഹെൽപ്പ് നമ്മൾ സ്വീകരിച്ച് നമ്മളതിനെ മറികടക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. താങ്ക് യു സോ മച്ച്. കീപ് സ്മൈലിംഗ് ബൈ ഹാർട്ട്, നോട്ട് ഓൺലി ബൈ ലിപ്സ്.